ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോൾ നമ്മുടെ ബാഗിൽ അത്യാവശ്യം എന്തൊക്കെ സാധനങ്ങൾ കരുതണം എന്നതിനെപ്പറ്റി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലോട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നിട്ടുള്ളതാണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. നമ്മുടെ സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ മെഡിസിൻ്റെ ചീട്ടൊക്കെ ഉൾപ്പെടുന്നിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ്. അത് നമുക്കിങ്ങനെ ഇതുപോലെ ഒരു ഫയലിലാക്കി വെച്ചേക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മറക്കാതെ അതിൽ തന്നെ എടുത്ത് വെക്കാം. അതുപോലെ തന്നെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലായതുകൊണ്ട് അവിടെ വെള്ളമുണ്ടും വെള്ള ഷർട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നവരെ ഉടുക്കേണ്ടതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനൊരു വൈറ്റ് ഷർട്ട് എടുത്തിട്ടുണ്ട്. ഒരെണ്ണമല്ല 3 ഷർട്ട് എടുത്തിട്ടുണ്ട് വൈറ്റ് തന്നെ. അതുപോലെ തന്നെ മുണ്ടിന് 3 വൈറ്റ് മുണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ മുണ്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കുറച്ച് എമൗണ്ട് ആവും. കാരണം ഒരു മുണ്ടിന് 300 എബവ് വരും. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മല്ലിൻ്റെ തുണി, കുറച്ച് കട്ടിയുള്ള മല്ലിൻ്റെ തുണി വാങ്ങിച്ചാൽ മതി. ഇതാകുമ്പോൾ 1 മീറ്ററിന് 45 അങ്ങനെയൊക്കെ വരുള്ളൂ. അപ്പോൾ അത് ഞാൻ 3 പീസാക്കി മുറിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് 4 നൈറ്റി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഓപ്പൺ നൈറ്റിയാണ്, അതായത് നമുക്ക് ഫുൾ ബട്ടൺസ് വരുന്ന ഓപ്പൺ നൈറ്റി എടുത്തിട്ടുണ്ട്. ബാക്കി 3 നമുക്ക് നോർമൽ സിബ് വരുന്ന സാധാ നൈറ്റിയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മാത്രമല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന ആരാണോ, നമ്മുടെ അമ്മയാണോ അല്ലെങ്കിൽ ആൻറ്റി ആണോ ആരാണോ നമ്മുടെ ബൈസ്റ്റാൻഡർ ആരാണോ അവർക്കും കൂടിയുള്ള നൈറ്റിയും കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ട്. പിന്നെ നമ്മളൊരു കിറ്റിൽ നമ്മുടെ ഇന്നേഴ്സ്, നമ്മുടെ എൻ്റെയും അമ്മയുടെയും ഇന്നേഴ്സൊക്കെ ഒരു കിറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് 3 തോർത്താണ്. 2 എനിക്കും ഒരെണ്ണം ബൈസ്റ്റാൻഡർക്കുള്ള തോർത്താണ്. നമുക്ക് കുളിക്കാനൊക്കെ ഉപയോഗിക്കാനും അതുപോലെ തന്നെ ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് മേത്തിടാനായിട്ടുള്ളതായിട്ടാണ് 3 കരുതിയിരിക്കുന്നത്. അപ്പോൾ ബൈസ്റ്റാൻഡർക്കും നമുക്കും തോർത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കോട്ടൺ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഞാനെടുത്തിരിക്കുന്നത് വൈറ്റ് മുണ്ടാണ്. 3 മുണ്ട് 4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ബ്ലഡൊക്കെ തുടക്കാനും അതുപോലെ അവർ ചോദിക്കുമ്പോൾ കൊടുക്കാനായിട്ടുള്ള കുറച്ച് കോട്ടൺ ക്ലോത്തുകളാണ്. കുറച്ച് അധികം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോൾ 3 മുണ്ട് എടുത്തിട്ട് 3 ഡബിൾ മുണ്ട് എടുത്തിട്ട് അത് 4 പീസാക്കി മാറ്റിയതാണ്. അപ്പോൾ മുണ്ടെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളതിൻ്റെ തേര് ഫുള്ള് വെട്ടിക്കളയണം. തേര് നമുക്ക് ആവശ്യമുണ്ട്, തേര് കളയാൻ പാടില്ല. മുണ്ടിൻ്റെ തേര് നമ്മൾ വെട്ടിയിട്ടാണ് 4 കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് 3 ബെഡ്ഷീറ്റാണ് വേണ്ടത്. 3 ബെഡ്ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പുതപ്പും എടുത്തിട്ടുണ്ട്. 2 പുതപ്പും എടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കും ഒന്ന് ബൈസ്റ്റാൻഡർക്കും വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അത്യാവശ്യം ഫില്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബേബിക്ക് വേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് വൈറ്റ് ടർക്കിയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമുക്ക് ബേബിനെ കയ്യിലേക്ക് തരുമ്പോൾ നമുക്ക് പൊതിഞ്ഞ് പിടിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാനെന്ന് വെച്ചാൽ നന്നായി ഡെറ്റോളിലേക്ക് ഇട്ടൊന്ന് കഴുകി ഉണക്കി അയൺ ചെയ്തെടുത്തതാണ്. എന്നിട്ട് വീണ്ടും അത് കവറിലാക്കി പൊടി കയറാതിരിക്കാനായിട്ട് കവറിലാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ വേറൊരു കളർ ടർക്കിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ എന്തായാലും ഒരു 2-3 ടർക്കിയുടെ ആവശ്യമുണ്ട്. ഞാൻ അപ്പോൾ എന്തായാലും 2 എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ബേബിയുടെ ഡ്രസ്സുകളെല്ലാം തന്നെ ഡെറ്റോളിൽ ഒന്ന് വാഷ് ചെയ്തിട്ട് വെയിലത്ത് നന്നായി ഉണക്കി അയൺ ചെയ്തിട്ടാണ് ഞാൻ വീണ്ടും കവറിലാക്കി വെച്ചിരിക്കുന്നത് പൊടി കയറാതിരിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ബേബിയുടെ ഡ്രസ്സുകളൊക്കെ ഡെറ്റോളിലിട്ട് വാഷ് ചെയ്ത്, അധികം ഡെറ്റോൾ ഒഴിക്കരുത്, കാരണം അതിൻ്റെ സ്മെല്ല് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം അളവിൽ എടുത്തിട്ട് കഴുകുക. അതുപോലെ തന്നെ നന്നായി ഒന്ന് അയൺ ചെയ്തും കൂടി വെച്ചേക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ഡ്രൈ ഷീറ്റാണ്. ഡ്രൈ ഷീറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ്. നമുക്ക് ബെഡിൽ വിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ബെഡിൻ്റെ അറ്റം വരെ നമുക്കിത് വിരിക്കാനുള്ള ലെങ്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരെണ്ണം മസ്റ്റായിട്ട് വാങ്ങിക്കുക. കാരണം യൂറിനൊക്കെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഒരു പ്ലാസ്റ്റിക് ഷീറ്റും കൂടി വാങ്ങിക്കാം കേട്ടോ. അതുപോലെ തന്നെ ബേബിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ടർക്കി കൂടി കരുതിയിട്ടുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ടവലാണ്. ഇപ്പോൾ ബേബീനെ പാലൊക്കെ കൊടുക്കുമ്പോൾ പാലൊക്കെ ആകുമ്പോൾ മുഖമൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 2-3 വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൊച്ചിന് വേണ്ടിയിട്ടുള്ള വൈറ്റ്
തുണി, അതായത് കൊച്ചിനുടുപ്പിക്കാനായിട്ടുള്ള അരയിലുടുപ്പിക്കുന്ന തുണിനെയാണ് പറയുന്നത്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഞാനെടുത്തിരിക്കുന്നത് മല്ലിൻ്റെ തുണിയാണ്. മല്ലിൻ്റെ തുണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെറ്റിക്കോട്ടൊക്കെ തയ്ക്കുന്ന തുണി ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ ഒരു 3 മീറ്റർ വാങ്ങിച്ചു. എന്നിട്ട് 14 സ്ക്വയറായിട്ട് ഞാൻ മുറിച്ചെടുത്തു. എന്നിട്ട് അതിൻ്റെ വക്കെല്ലാം അടുപ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ 14 പീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കുള്ളൂ കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി ഇടേണ്ടി വരും, 3-4 പ്രാവശ്യം കഴുകേണ്ടി വരും. കാരണം മല്ലിൻ്റെ തുണി അതുകൊണ്ട് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഞാൻ വാഷ് ചെയ്തിട്ട് ഉണക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ മല്ലിൻ്റെ തുണി വാങ്ങിച്ചാൽ കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാവും. സാധാരണ എല്ലാവരും ഇതിനു വേണ്ടി എടുക്കാറ് പഴയ മുണ്ടുകളാണ്. എനിക്കധികം മുണ്ട് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ മല്ലിൻ്റെ തുണി വാങ്ങിയത്. അപ്പോൾ മല്ലിൻ്റെ തുണി വാങ്ങിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ നൂലുകൾ വലിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ 4 സൈഡും മടക്കി അടിക്കണം, അല്ലെങ്കിൽ ആ നൂലൊക്കെ ബേബിയുടെ സ്കിന്നമ്മയൊക്കെ കൊള്ളാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ടാണ് 4 സൈഡിലും മടക്കി അടിക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കെട്ടുടുപ്പുകളാണ്. പോളിസ്റ്ററിൻ്റെയും പിന്നെ ഒരു ബനിയൻ്റെയും 4 ബനിയൻ്റെയും 4 പോളിസ്റ്ററിൻ്റെയും കെട്ടുടുപ്പുകളാണ് എടുത്തിട്ടുള്ളത്. വൈറ്റാണ് കേട്ടോ. ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ വാഷ് ചെയ്തത് ഡെറ്റോളിലിട്ട് വാഷ് ചെയ്ത് നന്നായി ഉണക്കി അയൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കൊച്ചിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും അത്യാവശ്യം കാണിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അത്യാവശ്യം നമുക്ക് ഹോസ്പിറ്റലിൽ വേണ്ട സാധനങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ് ബക്കറ്റ്. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് വേണം. ഇതിനകത്തുള്ളതൊരു ബക്കറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ കപ്പ് വേണം. അതുപോലെ തന്നെ ഒരു ചോറ്റുപാത്രം വേണം. ഒരെണ്ണം വലുതും വേണം, ഒരു ചെറുതെടുക്കുക. ഒരു കഞ്ഞിയൊക്കെ വാങ്ങിക്കാനും അതുപോലെ നമുക്ക് ചായയൊക്കെ വാങ്ങിക്കാനായിട്ടും ഞാൻ പുറമെടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു ചോറ്റുപാത്രം വേണം. പിന്നെ നമുക്കും ബൈസ്റ്റാൻഡർക്കും ഭക്ഷണം കഴിക്കാനായിട്ട് 2 പാത്രം, അതുപോലെ തന്നെ 2 ഗ്ലാസ്, 2 സ്പൂൺ. പിന്നെ നമുക്ക് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോഡി ചെരുപ്പ് എടുത്തിട്ടുണ്ട്. വള്ളിച്ചെരുപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതും നമ്മൾ വയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബേബിക്ക് വേണ്ടിയിട്ട് ഒരു ബാസ്ക്കറ്റ്, പ്ലാസ്റ്റിക് ബാസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് 200 രൂപയുള്ളൂ കേട്ടോ. ഇതാണ് നമ്മൾ ബേബിക്ക് വേണ്ടി എടുത്തിട്ടുള്ള ബാസ്ക്കറ്റ്. 200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നമുക്ക് എല്ലാ ഷോപ്പുകളിലും കിട്ടും. നമുക്കിപ്പോൾ ഓൺലൈനൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഓൺലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കടയിൽ പോയി വാങ്ങുന്നതാണ് ലാഭം. കാരണം 200 രൂപയുള്ളൂ. ഓൺലൈനൊക്കെ നോക്കുമ്പോൾ 250 രൂപയൊക്കെയാണ് കാണിക്കുന്നത്. ഇനി നമ്മൾ കാണിക്കുന്നത് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതായത് 2 PAസിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അലക്കാനായിട്ട് ഡോക്ടർ വാഷിൻ്റെ 2 സോപ്പ് എടുത്തിട്ടുണ്ട്. പാത്രം കഴുകുന്ന സോപ്പുണ്ട്, 2 ബ്രഷ് ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, ഡെറ്റോൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചീപ്പ് എടുത്തിട്ടുണ്ട്, 2 ബുഷ് എടുത്തിട്ടുണ്ട്. ബുഷ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് ഡെലിവറി കയറ്റുമ്പോൾ നമ്മൾ മുടി 2 സൈഡിലും പിന്നിട്ടിട്ട് വേണം ചെല്ലാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് 2 ബുഷ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോപ്പ് പെട്ടി എടുത്തിട്ടുണ്ട്, പാരച്ചൂട്ടിൻ്റെ 2 വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പൗഡർ എടുത്തിട്ടുണ്ട്, പിന്നെ വിക്സ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തലവേദന ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ വിക്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ വിക്സോ ടൈഗർ ബാമോ എന്തെങ്കിലും കരുതാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു വിസ്പർ എടുത്തിട്ടുണ്ട്, XLൻ്റെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കൊച്ചിന് വേണ്ടിയിട്ട് പോപ്പീസിൻ്റെ ബേബി വൈപ്സും എടുത്തിട്ടുണ്ട്. ഞാൻ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗാണ് എടുത്തിട്ടുള്ളത്. ഒറ്റ ബാഗ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എനിക്കും ബൈസ്റ്റാൻഡർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ മൊത്തം ഈ ബാഗിൽ തന്നെയാണ് വെക്കുന്നത്. കൊച്ചിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ബാസ്ക്കറ്റിൽ വെക്കും. മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബക്കറ്റിലാക്കിയിട്ടും വെക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതായത് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എന്തൊക്കെ ആ സാധനങ്ങൾ ആവശ്യമാണോ അതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ളവരോടൊക്കെ ചോദിച്ച് അതുപോലെ തന്നെ വീഡിയോസുകളൊക്കെ കണ്ട് അതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ സാധനങ്ങൾ മാത്രം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് പേപ്പറിൽ അതിനൊന്ന് എഴുതി വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് മറന്നുപോയില്ല എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളതുപോലെ ചെയ്യുക. അപ്പോൾ എന്തായാലും ഡെലിവറിയൊക്കെ അടുത്തിരിക്കുന്നവർക്കൊക്കെ ഒന്ന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.